ഹായ് ഫ്രണ്ട്സ്, നമ്മൾക്കിന്ന് ഒരു രുചികരമായ ഒരു പുഡിംഗ് ഉണ്ടാക്കിയാലോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പുഡിംഗ്. ഏത് പുഡിംഗ് ആയാലും എനിക്കിഷ്ടമാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് തേങ്ങാപ്പാൽ പുഡിംഗ്, അതാണ് എൻ്റെ പേര്. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ചേരുവകൾ വെച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു പുഡിങ്ങാണ് തേങ്ങാപ്പാൽ പുഡിംഗ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ച് ഇത് നമ്മൾ എടുക്കുവാണെങ്കിൽ നല്ല ഒരു എന്താ പറയുക, ഒരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് ശരീരത്തിനും മനസ്സിനും ഒക്കെ കിട്ടും. നല്ല വളരെ ടേസ്റ്റിയും എന്നാൽ ഹെൽത്തിയുമായിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. പ്രിസർവേറ്റീവ്സ് വേറെ ഒന്നും ആഡ് ചെയ്യാതെ നമ്മുടെ കയ്യിലുള്ള കണ്ടന്റ് വെച്ച് തന്നെ ഒരു പുഡിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്ത്, ഇത് നമുക്ക് അരമുറി, നിങ്ങൾക്ക് ഒരു മുറിയൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ, അരമുറി അല്ലെങ്കിൽ ഒരു തേങ്ങയൊക്കെ എടുക്കാമെന്ന് വെച്ചാൽ ഇതിനൊന്നും വലിയ അളവുകളില്ല. നമ്മുടെ എത്ര ആളുകൾ അനുസരിച്ച് നിങ്ങൾക്ക് അത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുക. ഞാനിപ്പോൾ ഒരു കപ്പ് നിറച്ച് തേങ്ങാപ്പാൽ എടുക്കുന്നതിന് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു തേങ്ങയോ 1.5 തേങ്ങയോ ഒക്കെ എടുക്കാം, അതിനൊന്നും അളവില്ല. പിന്നെ നമുക്ക് വേണ്ടത് ജാഗറി പൗഡർ. ജാഗറി പൗഡർ ഇല്ലെങ്കിൽ ശർക്കരയായാലും മതി, കരിപ്പെട്ടിയായാലും മതി, എന്തുമായാലും മതി. ഇത് ഞാൻ ഈ പൗഡറായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്, ജാഗറി പൗഡർ. അത് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കുക. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഈ ഹെൽത്ത് ഓക്കെ ആണല്ലോ, നമ്മൾ ശരീരത്തിന് ദോഷം ചെയ്യുന്നതല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ജാഗറി പൗഡർ, പഞ്ചസാരയേക്കാളും എപ്പോഴും നല്ലത് ഇത് തന്നെ. അപ്പോൾ അത് രണ്ടുമായേ. ഇനി നമുക്ക് വേണ്ടത് ഒരു 5-6 ഏലക്കയാണ്. ഇത് നമുക്ക് കുരുവെല്ലാം കളഞ്ഞ് ഒന്ന് പൊടിച്ച് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് 3 കണ്ടൻ്റായി. ഇനി നമുക്ക് അടുത്ത മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് മുട്ടയാണ്. മുട്ട ഞാൻ 4 മുട്ട എടുത്തു. നാടൻ മുട്ടയാണ്, നല്ല കളർ ഇങ്ങനെ കിടക്കുന്നത്. നമ്മുടെ ഒരു ഫോക്സ് വെച്ചൊന്ന് അടിച്ചെടുത്താൽ മതി. ബീറ്റർ ഉണ്ടെങ്കിൽ ഒന്നും വേണ്ട, ഇത് അടിച്ചെടുത്താൽ നല്ലതുപോലെ വരും. അപ്പം 4 മുട്ട ഞാനെടുത്ത്. നിങ്ങൾക്ക് 4, 6, 8 മുട്ട എടുക്കാം. എന്ന് വെച്ചാൽ നമ്മൾ എത്ര ആളനുസരിച്ച് അത്രയും രീതി നിങ്ങൾക്ക് എടുക്കാം. അതിന് ക്വാണ്ടിറ്റി ഒന്നുമില്ല, കുറഞ്ഞു പോയാലും കൂടി പോയാലും ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ 4 മുട്ട എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടന്റ്. ഇനി നമുക്ക് ഈ തേങ്ങയിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കുക, എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക, ആവി പുഴുങ്ങുക. ഇത്രയുള്ള അതിൻ്റെ പ്രൊസീജിയർ. നമുക്ക് തുടങ്ങാം. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലൊക്കെ എടുത്തിട്ടുണ്ട്. വേണ്ടേ, തേങ്ങാപ്പാൽ എടുത്ത് നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാലൊക്കെ വെച്ചു. ഇനി നമുക്ക് മിക്സിക്കകത്തോടെ എല്ലാ ചേരുവകളും ചേർത്ത് നല്ലതുപോലെ അടിക്കാം. ഞാൻ ആദ്യം എന്തോ ഇട്ട് പറയും, നമ്മുടെ ഇത്. അപ്പോൾ നമ്മൾ ഇത് ഏലക്ക അതിൻ്റെ നല്ലതുപോലെ കുരു എടുത്തിട്ട്, പിന്നെ നമുക്ക് ഈ ജാഗറി പൗഡർ ആഡ് ചെയ്യാം. ജാഗറി പൗഡർ ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഈ നല്ലപോലെ മിക്സിക്കകത്ത് ആഡ് ചെയ്യുമ്പോൾ നല്ല ഒരു മിശ്രിതം കിട്ടും. പിന്നെ മുട്ട ആഡ് ചെയ്യുക. ഇത് നമ്മളൊന്ന് അടിച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാലോട് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ടയും പിന്നെ ജാഗറി പൗഡർ എല്ലാം നല്ലതുപോലെ അടിച്ച് ഇനി നമുക്ക് തേങ്ങാപ്പാലൂടെ അതിനകത്ത് മിക്സ് ചെയ്യാം. ഈ മിശ്രം നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഞാൻ നെയ്യ് പുരട്ടി ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏത് ഷേപ്പുള്ള പാത്രമാണെങ്കിലും നെയ്യ് പുരട്ടി വെക്കുക. നമുക്കെന്നിട്ട് അപ്പച്ചെമ്പിൽ വെച്ച് പുഴുങ്ങിയെടുത്താൽ മതി കേട്ടോ. ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ നല്ലതുപോലെ അരച്ച മിശ്രിതം കിട്ടി. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലോട്ട് ഇത് ഒഴിക്കാം. ഇത് ഞാൻ കുറച്ച് ഭാഗം വിട്ടിട്ടാണ് ഒഴിച്ചത് കേട്ടോ, അല്ലത് പൊങ്ങിയെങ്ങാനും വന്നത് നമുക്ക് എടുക്കണ്ടേ. ഇത് നമുക്ക് അടച്ചിട്ട് അപ്പച്ചെമ്പിൽ അടച്ചു വെക്കാം. ഓക്കെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തുറന്ന പാത്രമാണെങ്കിൽ അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് നല്ലതുപോലെ കവർ ചെയ്യണം, അല്ലെങ്കിൽ ആവി വെള്ളം വീഴും. 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് നോക്കാം. എന്നിട്ട് ഒരു ബോക്സ് വെച്ചൊന്ന് കുത്തി നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പാത്രത്തിൽ നന്നായിട്ട് അടച്ചിട്ട് ഇഡലി ചെമ്പിന് മുകളിൽ ഇതുപോലത്തെ പാത്രം വെച്ചിട്ട് വെക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ വെള്ളം നിറച്ചിട്ട് വേറെ ഒരു ആവിയുള്ള പാത്രം വെക്കുകയാണെങ്കിലും മതി. എന്നിട്ട് നമ്മൾ ഇത് അടച്ച് വെക്കുക. ഒരു 20 അല്ലെങ്കിൽ 30 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ചെറിയ തീയിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിം വെക്കണം. ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുഡിംഗ് ഒക്കെ റെഡി ആയിട്ടിരിക്കുന്നു. ഞാൻ ഒരു 25 മിനിറ്റ് എടുത്ത് ഞാനിങ്ങനെ കുത്തി നോക്കിയത് കേട്ടോ.
അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒട്ടിപ്പിടിക്കുന്നില്ല എങ്കിൽ കറക്റ്റ് വരും. ഒട്ടിപ്പിടിക്കുവാണെങ്കിൽ പാകമായിട്ടില്ല. ഇത് നമുക്ക് ചൂടോടെ സെർവ് ചെയ്യുന്നതിനേക്കാളും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഓക്കെ, നല്ല എമ്മിയാണേ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ വായിലിട്ട് അലിഞ്ഞു പോകുന്ന നല്ല സൂപ്പർ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റാണ്. ഞാനിത് പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. കോരി കഴിക്കാം, അല്ലെങ്കിൽ നമുക്കിങ്ങനെ അല്ലാതെ കഴിച്ച് കഴിക്കാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. നല്ല ടേസ്റ്റാണ്. വായിലിട്ട അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള പുഡിങ്ങാണ്. അതുകൊണ്ട് ഈ തണുത്ത് കഴിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് ഇത് ചെയ്തത്. ഇതേ ഓരോ ടെക്സ്ചർ വരണേ, എന്നാലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഇത് വരത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ വരെ ചെറിയ തീ വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല. വേവിച്ചിട്ട് നമ്മൾ അത് തണുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാവൂ, എന്നാലേ ആ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കോക്കനട്ട് പുഡിങ്, അല്ലെങ്കിൽ കോക്കനട്ടല്ല, തേങ്ങാപ്പാൽ ചേർത്തുള്ള പുഡിങ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വെച്ച് നോക്കണം. വെച്ചിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.